നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ധവള വിപ്ലവത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഒരു വികസ്വര രാഷ്ട്രമാണ്, അല്ലെ? ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണെന്ന് പറയുന്നത് കൃഷിയാണ്. അതിനകത്ത് പാൽ ഉൽപാദനവും പെടും. ഇന്നത്തെ നിലവിലെ കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം നമ്മുടേതാണ്, അല്ലെ? ഇന്ത്യയാണ്. 1960കളിൽ വളരെയധികം പാൽ ക്ഷാമം നേരിട്ട് കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ മാറിയ ആ ഒരു വീരചരിത്രം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇതിന് തുടക്കം കുറിച്ച ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. എന്താണ്? വൈറ്റ് റെവല്യൂഷൻ, അല്ലെ? ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ. ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും അറിയാം എന്താണ്? പാൽ ഉൽപാദനത്തെ അല്ലെങ്കിൽ ക്ഷീരോത്പാദനത്തെ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്ത നമ്മുടെ ഇന്ത്യയിലെ പാൽ ഉൽപാദനം നല്ല രീതിക്ക് ഉയർന്നു വരാൻ സഹായിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട്. അദ്ദേഹം ഒരു മലയാളിയാണ്. ആരാണ് അദ്ദേഹം? നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ, അല്ലെ? അപ്പൊ ഡോക്ടർ വർഗീസ് കുര്യൻ 1921 കേരളത്തിലെ കോഴിക്കോടാണ് ജനിച്ചത്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായി മാറ്റിയെടുത്ത ആ ഒരു വ്യക്തി ഒരു മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം ജനിച്ചത് 1921 ഇദ്ദേഹമാണ് ശ്വേത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത്, വൈറ്റ് റെവല്യൂഷന്റെ പിതാവെന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്ത്യയിൽ പാലിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പല ഭാഗങ്ങളായി ഭിന്നിച്ചു കിടന്നിരുന്ന ക്ഷീര കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് പാലുൽപാദനത്തെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലെങ്കിൽ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. അതുപോലെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ശ്വേത വിപ്ലവത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പാൽ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26 അതായത് നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് നവംബർ 26. എന്തുകൊണ്ട് നവംബർ 26 വന്നു? ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 26. സോ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ 26 നമ്മൾ ഇന്ത്യക്കാർ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ രാജ്യത്ത് വൈറ്റ് റെവല്യൂഷന്റെ അമരത്ത് നിന്ന് പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. അപ്പോ നമ്മൾ പറഞ്ഞു നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് നവംബർ 26 ആണെന്ന്. അപ്പോൾ എന്താണ് നമ്മളുടെ വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് എന്നാണ്? അതൊരു അഡീഷണൽ പോയിന്റ് ആണ്, നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല, ഇപ്പൊ പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധമില്ല. എന്നാലും ചോദിക്കാം, എന്താണ് വേൾഡ് മിൽക്ക് ഡേ എന്നാണെന്ന് ചോദിക്കാം. നോക്കൂ, വേൾഡ് മിൽക്ക് ഡേ, വേൾഡ് മിൽക്ക് ഡേ എന്നാണ്? ജൂൺ 1. ഓക്കെ, ജൂൺ 1 ആണ് വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ആണെങ്കിൽ എന്നാണ്? നവംബർ 26 ആണ്. അപ്പൊ ഓർത്തേ, നാഷണൽ, നവംബർ, എൻ ഇത് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. നാഷണൽ മിൽക്ക് ഡേ നവംബർ 26. എന്തുകൊണ്ട് നവംബർ 26? ഡോക്ടർ വർഗീസ് കുര്യന്റെ പിറന്നാളാണെന്ന്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ നവംബർ 26 നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ വർഗീസ് കുര്യൻ നമ്മുടെ ആളാണ്, നമ്മുടെ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ടാണ് നാഷണൽ വന്നത്. അപ്പൊ ഓക്കെ, നാഷണൽ, നവംബർ. ക്ലിയർ ആണേ? ഇനി നോക്കൂ, വേൾഡ് മിൽക്ക് ഡേ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ എന്നാണ്, ജൂൺ 1. അപ്പൊ ഈ 2 പോയിന്റ്സും ക്ലിയർ ആണല്ലോ. അപ്പൊ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് റെവല്യൂഷന്റെ പിതാവാണെന്ന് പറഞ്ഞു, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 26
നമ്മൾ നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു, വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 പറഞ്ഞു. ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ, എന്താണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ, അതായത് ഡോക്ടർ വർഗീസ് കുര്യന്റെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന ആത്മകഥ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് എഴുതാം. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്ത്? ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? ഈ സ്ലൈഡിലുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പോൾ നമ്മളുടെ വൈറ്റ് റെവല്യൂഷന്റെ ഭാഗമായി 1970 എന്നാണ് 1970 സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അതായത് ഫ്ലഡ് ഓഫ് മിൽക്ക്, പാലിന്റെ ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 1970 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓക്കെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് കൊണ്ടുവന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഓപ്പറേഷൻ ഫ്ലഡ് ഒരു ദേശീയ പാൽ ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളമുള്ള പാൽ ഉൽപാദകരെ 700-ലധികം നഗരങ്ങളിലെ ഉപഭോക്താക്കളുമായി ബന്ധിപ്പിച്ചു. അപ്പോ പല സ്ഥലങ്ങളിലായി സ്കാറ്റർ ചെയ്യപ്പെട്ട് കിടന്നിരുന്ന കുറെ കർഷകർ അവര് പാലുണ്ടാക്കുന്നു, അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് വിൽക്കുന്നു. അപ്പൊ പലരുടെയും പാലിന് പല ക്വാളിറ്റി ആയിരിക്കും, പല വിലയായിരിക്കും. അവിടെ ഒരു ഏകോപനമില്ലായിരുന്നു. അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡ് വന്നപ്പോൾ അവിടെ ഒരു ഏകോപനം ഉണ്ടായി. കർഷകരെല്ലാവരും കൂടെ ഒന്നിച്ചൊരു സംഘടനയായി. അവര് നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിലേക്ക്, പല സ്ഥലങ്ങളിലുള്ള കൺസ്യൂമേഴ്സിലേക്ക് അവരുടെ പാൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. എങ്ങനെയാണ്? അതിന്റെ ചരിത്രം പഠിക്കണ്ടേ? നോക്കിക്കേ, ഇത് പ്രാദേശികമായും കാലാനുസൃതമായുമുള്ള വില വ്യതിയാനങ്ങൾ കുറയ്ക്കാനും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് നൽകുന്ന വിലയുടെ ഒരു പ്രധാന പങ്ക് ഉൽപാദകർക്ക് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളിങ്ങനെ വായിച്ചു, കാരണം മലയാളത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ മലയാളത്തിൽ ഒരു സെന്റൻസ് എഴുതിയെന്നേ ഉള്ളൂ. കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് പണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ക്ഷീര കർഷകരെന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരാണ്. അപ്പം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ 1, 2, 3 പശുക്കളായിരിക്കും ഉണ്ടാവുക. പാല് കറന്നെടുക്കുന്നു. ഇടനിലക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പനീസ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ് ലെവൽ എക്സാം ആയതുകൊണ്ട് അത്ര ഡീപ്പിൽ പഠിക്കണ്ട. അപ്പം ചില ഇവരെ മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഇടനിലക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരായിരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങുക. അപ്പം ആ പാല് വാങ്ങിയിട്ട് ഒന്നുകിൽ അവര് അത് കുറച്ചും കൂടെ പൈസ കൂട്ടി വിൽക്കും. എന്നിട്ട് ക്ഷീര കർഷകർക്ക് വളരെ കുറഞ്ഞ ഒരു പ്രോഫിറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അഡൾട്രേഷൻസ് വരുത്തും, എന്തെങ്കിലുമൊക്കെ മായം ചേർക്കും, വെള്ളം ചേർക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും വിൽക്കുന്നത്. അപ്പോ ക്ഷീര കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കാതെ പോകും. അത് മാത്രമല്ല, ഇങ്ങനെ അഡൾട്രേഷൻ നടത്തുന്നത് വഴി, എന്തെങ്കിലുമൊക്കെ മായം ചേർക്കുന്നത് വഴി, അല്ലെങ്കിൽ വെള്ളം ചേർക്കുന്നത് വഴി, അതുമല്ലെങ്കിൽ ഭയങ്കരമായ വിലയിൽ ഈ പാല് വിൽക്കുവാണ്. ഇപ്പം 5 രൂപയ്ക്ക് കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 50 രൂപയ്ക്ക് കൊണ്ട് കൺസ്യൂമറിന് കൊടുക്കുവാണ്. അത്രയും പൈസ ആർക്ക് കിട്ടുന്നു? ഈ ഒരു പണി എടുക്കാത്ത ഇടനിലക്കാർക്ക് കിട്ടുന്നു. അപ്പൊ അതൊരു ഇൻജസ്റ്റിസ് ആണ്, അല്ലെ? ഒരു ന്യായമില്ലാത്ത പരിപാടിയാണ്. അപ്പൊ കൺസ്യൂമറിന് ക്വാളിറ്റിയുള്ള പാല് കിട്ടുന്നുമില്ല, അവൻ അധികമായ പൈസ ഈ ഇടനിലക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ഈ വിയർപ്പിന്റെ വില അറിഞ്ഞ കർഷകന് അത്രത്തോളം പൈസ ലഭിക്കുന്നുമില്ല, അല്ലെ? ഈ ഒരു അവസ്ഥയായിരുന്നു 1960-കൾ വരെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നത്. കാരണം ഈ കർഷകർക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് യുണൈറ്റ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി വന്നപ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള, അതായത് പല സ്ഥലത്ത് പല വിലയായിരിക്കും, അങ്ങനത്തെ വിലയിലുള്ള വ്യതിയാനങ്ങളും അതുപോലെ കാലാനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങളും കുറയ്ക്കാനും ഇങ്ങനത്തെ മിഡിൽ മെന്നിനെ ഒഴിവാക്കി, ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട്
ക്ഷീര കർഷകരിൽ നിന്ന് അത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കൺസ്യൂമേഴ്സിലേക്ക് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കാനും അതുവഴി അർഹിക്കുന്ന ഒരു പ്രോഫിറ്റ് നമ്മളുടെ കർഷകന് നേടിക്കൊടുക്കാനും ആർക്ക് സാധിച്ചു? ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് സാധിച്ചു. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണങ്ങൾ. ഒന്ന്, നമ്മുടെ ക്ഷീര കർഷകന് അവൻ അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നു. അതേപോലെ കൺസ്യൂമറിന്, അതായത് ഇങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കർഷകരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മിൽക്ക് നമ്മുടെ ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ അവിടെ ക്വാളിറ്റി അഷ്വർ ചെയ്യപ്പെടുന്നു. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള പാല് മിതമായ നിരക്കിൽ ഉപഭോക്താവിലേക്ക് എത്തുന്നു. ഒപ്പം അതിന്റെ പ്രോഫിറ്റ് നേരെ ആരിലേക്ക് എത്തുന്നു? കർഷകനിലേക്ക് എത്തുന്നു. കാരണം അവിടെ മിഡിൽ മെന്നിന്റെ റോള്, ഇടനിലക്കാരുടെ റോള് ഇല്ലാതെയാകുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ചരിത്രം അല്ലെങ്കിൽ പോയിന്റ് പറയുകയാണെങ്കിൽ പറയേണ്ട കാര്യം ഇതാണ്. കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി ക്രമക്കേടുകൾ കുറച്ചതിലൂടെ ക്ഷീര കർഷകർക്ക് അവരുടെ സ്വന്തം വികസനം നയിക്കാനും ഇത് സഹായിച്ചു. അതുവഴി അവർക്ക് സൃഷ്ടിക്കുന്ന വിഭവങ്ങളുടെ നിയന്ത്രണം അവരുടെ കൈകളിൽ തന്നെ എത്തിച്ചു. അതായത് അവർ കഷ്ടപ്പെട്ട് പശുവിനെ വളർത്തി പുല്ലൊക്കെ കൊടുത്ത് അതിന് ആവശ്യമായ കാലിത്തീറ്റയും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്ത് ഈ കന്നുകാലികളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് തുച്ഛമായ ലാഭമാണ് ഇവർക്ക് കിട്ടുന്നതെങ്കിൽ വളരെ കഷ്ടമല്ലേ? അപ്പൊ ഇവരുടെ അധ്വാനത്തിന്റെ ഫലം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ നിയന്ത്രണം ഇവരുടെ കയ്യിൽ തന്നെ വന്നു. കാരണം ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായി ഉണ്ടാക്കിയ സംഘടനകൾ നിയന്ത്രിക്കുന്നതും അതിൽ പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? ക്ഷീര കർഷകർ തന്നെയാണ്. അപ്പം ഇങ്ങനത്തെ ക്രമക്കേടുകൾ ഇല്ലാതായി, അഡൾട്രേഷൻസ് ഇല്ലാതായി, ഇടനിലക്കാരില്ലാതായി. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഗ്രാമങ്ങളിലെ പാൽ ഉൽപാദന സഹകരണ സംഘങ്ങളാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ അടിത്തറ. അതായത് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നമ്മൾ സൊസൈറ്റികളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അതായത് അടുത്തടുത്തുള്ള കുറെ ക്ഷീര കർഷകരുണ്ടാവും. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗ്രാമത്തിൽ ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടനയാണ് നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഏറ്റവും തട്ടിലുള്ള അടിത്തറ എന്ന് പറയുന്നത്. ഇത് പാല് സംഭരിക്കാനും ആവശ്യമായ വിവരങ്ങളും സേവനങ്ങളും നൽകുവാനും സഹായിക്കുന്നു. അപ്പം ഇങ്ങനത്തെ പാവപ്പെട്ട കർഷകരെന്ന് പറയുമ്പോൾ അവരത്ര എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ അവർക്ക് നൂതനമായ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ പാലൊക്കെ കറക്കാനൊക്കെ ഇപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ പ്രവർത്തനം, അതെങ്ങനെ വാങ്ങണം, എങ്ങനെ നമ്മുടെ പശുക്കൾക്ക് സമീകൃതമായ പോഷക സമൃദ്ധമായ ആഹാരം നൽകണം എന്നൊന്നും ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് അങ്ങനത്തെ അറിവുകൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിൽമയുടെയൊക്കെ കീഴിലൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടാവും. ഇങ്ങനെ ക്ഷീര കർഷകർക്ക് എന്തെങ്കിലും ധനസഹായം കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ടാവും. ഇതിനെപ്പറ്റിയൊക്കെ ഇവർക്കൊരു അറിവുണ്ടാവില്ല. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ധാരണ കൊടുക്കുക. അതുപോലെ അവർക്ക് ആവശ്യമായ സേവനങ്ങള്, വിവരങ്ങള് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. ഇനി ഇത് ആധുനിക മാനേജ്മെന്റും സാങ്കേതിക വിദ്യയും അംഗങ്ങൾക്ക് ലഭ്യമാക്കുന്നു. അങ്ങനെ അംഗങ്ങൾക്ക് പുതിയ പുതിയ ടെക്നോളജീസ്, അതിൽ നിന്ന് എങ്ങനെ പാലുൽപാദനം കൂട്ടാം, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പോലത്തെ പ്രക്രിയകൾ വഴി നല്ല മികച്ച ബ്രീഡുകളെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം, അതുവഴി പാലുൽപാദനം എങ്ങനെ ഉയർത്തിയെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് അവരുടെ ഡയറി ഫാമിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാല് കറന്നെടുക്കാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ പുല്ല് ചെത്താനുള്ള യന്ത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ബേസിക് ആയിട്ടുള്ള അറിവുകളൊക്കെ നമ്മുടെ കർഷകർക്ക് എന്തിലൂടെ ലഭിച്ചു? ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ പ്രവർത്തനത്തിലൂടെ ലഭിച്ചു. ഇനി നോക്കിക്കേ, ഓപ്പറേഷൻ ഫ്ലഡിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക, പാലിന്റെ ഒരു പ്രവാഹം അല്ലെങ്കിൽ പാലിന്റെ ഒരു പ്രളയം അല്ലെ, അതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ ആദ്യത്തെ എയിം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത് നോക്കൂ, ഗ്രാമീണ വരുമാനം വർദ്ധിപ്പിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയാസിൽ, ഗ്രാമങ്ങളിലാണ് ആരുള്ളത്? ക്ഷീര കർഷകർ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായാൽ, ഇവരൊന്ന് നല്ല രീതിക്ക് അവരുടെ പാല് വിറ്റ് അവർക്ക് നല്ല ലാഭം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥ തന്നെ മാറും. അവർ കുറച്ചും കൂടെ മുകളിലേക്ക് ഉയർന്നു വരും. ഇനി അടുത്ത നോക്കൂ, ഉപഭോക്താക്കൾക്ക് ന്യായവില ഉറപ്പാക്കുക. അപ്പോ കർഷകർക്ക് അവർക്ക് ആവശ്യമായ പ്രോഫിറ്റ് ലഭിക്കുന്നതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സ്, നമ്മൾ പാല് വാങ്ങുന്ന ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയുള്ള പാല് വേണം. അല്ലാതെ വെള്ളം ചേർത്ത പാല് ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പാല്, കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാതെ, പിരിഞ്ഞു പോകാതെ, കേടാവാതെ
കർഷകർക്കല്ല കൺസ്യൂമേഴ്സിന് മിതമായ നിരക്കിൽ ലഭിക്കണം. അപ്പൊ കർഷകർക്കും പ്രോഫിറ്റ് ഉണ്ടാകണം, ഉപഭോക്താക്കൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകണം. അതാണ് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം. ഇനി നോക്കൂ, പദ്ധതി നടപ്പാക്കൽ. ഓപ്പറേഷൻ ഫ്ലഡിന് 3 ഫേസസ് ഉണ്ടായിരുന്നു, 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷീരമേഖല ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ 3.5% സംഭാവന ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയുടെ കറണ്ട് എക്കണോമിക് സ്റ്റാറ്റസിൽ ഏകദേശം 3.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഡയറി ഇൻഡസ്ട്രിയാണ്. 3.5%. ഓക്കെ, ക്ഷീരമേഖലയാണ്, ഡയറി ഇൻഡസ്ട്രിയാണ്. കൂടാതെ പ്രധാന വിളകളെ അപേക്ഷിച്ച് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഒറ്റ കാർഷികോൽപ്പന്നമായി ഇത് മാറിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ഷീരോത്പാദനം എന്ന് പറയുന്നതും കൃഷിയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഒരു കാർഷികോൽപ്പന്നമായിട്ടാണ് പാലിനെ കാണുന്നത്. അപ്പൊ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ലാഭം തരുന്ന ഒരു കാർഷിക സംഭവമായിട്ട് നമ്മുടെ പാലിനെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം ലോകത്തിൽ ഏറ്റവും വലിയ മിൽക്ക് പ്രൊഡ്യൂസിങ് നേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇനി നോക്കൂ, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ 1980 ഈ പദ്ധതി ആരംഭിച്ചു. 1980. ഓക്കെ, 1980 കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിൽമ എന്ന ബ്രാൻഡ് നെയിം. അറിയാത്ത ഒരു മലയാളിയും കാണില്ല അല്ലെ. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷനോടുകൂടി നമ്മൾ പരസ്യം കാണും. നേരത്തെ രാവിലെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കവർ മിൽമ പാല് മിക്കവരുടെ വീട്ടിലും കാണും അല്ലെ. അപ്പൊ ആ ഒരു മിൽമ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കർഷകരുടെ ഒരു സംഘടിത പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായ ബ്രാൻഡാണ്. അതായത് മിൽമ എന്ന ബ്രാൻഡിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. മിൽമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം, അതിന്റെ യഥാർത്ഥ പേരെന്താണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF. ഓർത്തിരിക്കണം, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അവരുടെ ഒരു ബ്രാൻഡ് നെയിമാണ് മിൽമ എന്ന് പറയുന്നത്. നിലവിൽ വന്നത് 1980 ഏപ്രിലാണ്. അതായത് മിൽമയുടെ സൈറ്റിലൊക്കെ 1980 ഏപ്രിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരുമ്പോഴും അങ്ങനെയായിരിക്കും. അപ്പൊ 1980 ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. KCMMF എന്നാണ് പറയുന്നത്, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓർത്തിരിക്കണേ, 1980 ഏപ്രിൽ. കേരളത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3, അതായത് ഫേസ് 2ഉം ഫേസ് 3യും ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് നടന്നത്? ഈ ഒരു ഫെഡറേഷൻ രൂപീകൃതമായതും അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ 3 ഫേസസ് ഉണ്ടായിരുന്നു. അതിന്റെ ഫേസ് 2ഉം ഫേസ് 3യും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മിൽമ കേരളത്തിൽ ഇത്രയധികം ഫ്ലറിഷ് ആയത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതാ നോക്കിക്കേ, 1980 സ്ഥാപിതമായതു മുതൽ മിൽമ തങ്ങളുടെ വിപുലമായ സഹകരണ ചട്ടക്കൂടുകളുടെയും പുരോഗമനപരമായ സംരംഭങ്ങളിലൂടെയും ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും പ്രയോജനകരമായ രീതിയിൽ സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ നമ്മളൊരു മലയാളം ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിൽമ എന്ന് പറയുന്നത് 1980 സ്ഥാപിതമായ അന്ന് തൊട്ട് നമ്മുടെ സഹകരണ ചട്ടക്കൂടുകൾ, അതായത് നമ്മുടെ ഈ കർഷകരെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് അല്ലെ. അപ്പൊ അതിന്റെ പുരോഗതി ഓരോ ഘട്ടത്തിലുമുള്ള ഇപ്പം ഉപഭോക്താക്കൾക്കും അതുപോലെ കർഷകർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് കൊടുക്കുന്നു, ഉപഭോക്താക്കൾക്ക് ക്വാളിറ്റി അഷ്യൂർഡ് ആയിട്ടുള്ള മിൽക്ക് കൊടുക്കുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിൽക്ക് ഉൽപാദനത്തിൽ, പ്രോസസ്സിങ്ങിൽ, ട്രാൻസ്പോർട്ടേഷനിൽ, അതിന്റെ മാർക്കറ്റിങ്ങിൽ എല്ലാത്തിലും ഒരു കൈത്താങ്ങായിട്ട് ആരുണ്ട്? മിൽമയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ക്ഷീരമേഖലയെ ഇത്രയധികം പരിപോഷിപ്പിച്ച് ഇത്രയധികം ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ മിൽമ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ?
ഇനി നോക്കിക്കേ, ഫെഡറേഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനം. അതായത് നമ്മൾ മിൽക്ക് ഉണ്ടാക്കുന്നു, മിൽക്കിനെ പ്രോസസ്സ് ചെയ്ത് പല മിൽക്ക് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ബട്ടർ, ഗീ, അല്ലെങ്കിൽ തൈര്, ഐസ്ക്രീം, ലസ്സി, അങ്ങനെ ഒരുപാട് പാലുൽപ്പന്നങ്ങളുണ്ട്. ഇവയുടെയൊക്കെ പ്രൊഡക്ഷൻ, അതുപോലെ സംഭരണം, അവരെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഇത്. അതായത് ഇപ്പം എക്സസ് ആയിട്ടുള്ള മിൽക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബൾക്കായിട്ടുള്ള ചില്ലിങ് മെഷീൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ പാലിന്റെ മാർക്കറ്റിംഗ്, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം നോക്കൂ, സന്തുലിതമായ കന്നുകാലിത്തീറ്റ നിർമ്മിക്കുക. അപ്പോ നമ്മൾ പശുവിനെ നിന്ന് പാലെടുക്കുമ്പോൾ പശുവിന്റെ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന് നല്ല ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതായത് നല്ല പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള, ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമീകൃതമായ ആഹാരം ആർക്ക് കൊടുക്കണം? നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കണം. അതിനാണ് കാലിത്തീറ്റ. കേട്ടിട്ടുണ്ടല്ലോ, മിൽമ കാലിത്തീറ്റയും നിർമ്മിക്കുന്നുണ്ട്. ഇത് സഹകരണ സംഘങ്ങൾ വഴി പാൽ ഉൽപാദകർക്ക് മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നു. അതും എന്താണ്? ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ എന്താണ്? ഉപഭോക്താക്കളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ക്വാളിറ്റി ചെക്ക് ഉണ്ട്. അതുപോലെ ശുദ്ധമായ പാല് ഉപഭോക്താക്കളിലേക്ക് പാസ്ചറൈസ്ഡ് ആയിട്ട് നല്ല രീതിക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിൽക്ക് പ്രോസസ്സിങ്ങിന്റെ ഓരോ ഘട്ടത്തിലും മിൽമ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കന്നുകാലികൾക്ക് അവർക്ക് സമീകൃതമായ ആഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കന്നുകാലി തീറ്റയൊക്കെ ഉണ്ടാക്കുകയും അത് ഒരു മിതമായ നിരക്കിൽ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് നോക്കൂ, പാൽ ഉൽപാദകർക്ക് മൃഗചികിത്സ, ആരോഗ്യ സേവനങ്ങൾ എന്നിവ നൽകുന്നു. അപ്പം എന്താണ്? ഇപ്പൊ കന്നുകാലികൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പിഡമിക് ഡിസീസ്, ഒരു 100 കന്നുകാലികളുള്ള ഒരു ഫാമിൽ ഒരു കന്നുകാലിക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ്, ഇപ്പൊ ആന്ത്രാക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആകും. എല്ലാ കന്നുകാലികൾക്കും മരണം സംഭവിക്കാം, അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് പോകാം. അപ്പൊ അങ്ങനെയുള്ള കന്നുകാലികൾക്ക് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഒരു മൃഗചികിത്സ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എന്താണ്? മറ്റ് ആരോഗ്യ സേവനങ്ങൾ കർഷകർക്കും അതുപോലെ കന്നുകാലികൾക്കും പ്രൊവൈഡ് ചെയ്യുക. ഇതും ആരുടെ ലക്ഷ്യമാണ്? മിൽമയുടെ ലക്ഷ്യമാണ്. ഇനി പ്രാഥമിക പാൽ സഹകരണ സംഘങ്ങളെ സമൂഹത്തിന്റെ മാനേജ്മെന്റിന്റെ എല്ലാ വശങ്ങളിലേക്കും ഉപദേശിക്കുകയും നയിക്കുകയും സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ പാലുൽപാദകർക്ക് അവരുടെ പ്രോപ്പറായിട്ട് എങ്ങനെ ഈ ഒരു സംഘടന മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നും എന്തൊക്കെ പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ആ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാം, അതിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും മിൽമ അവരെ സഹായിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, സാങ്കേതിക പരിജ്ഞാനവും പരിശീലനവും നൽകുന്നു. നമ്മൾ പറഞ്ഞു ഇപ്പൊ പുല്ല് ചെത്താനുള്ള മെഷീനുകളുണ്ട്, അല്ലെങ്കിൽ പാല് കറക്കാനുള്ള മെഷീനുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ പാല് പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീനുണ്ട്, പാലിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീനുണ്ട്. ഇതൊന്നും നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് അറിയണമെന്നില്ല. അപ്പൊ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അതിനുള്ള ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് ട്രെയിനിങ് നൽകാനും അല്ലെങ്കിൽ ഈ പദ്ധതികളെ കുറിച്ചുള്ള അവയർനെസ് നൽകാനും അങ്ങനത്തെ പല കാര്യങ്ങളിലും എന്താണ് മിൽമ അവരെ സഹായിക്കുന്നുണ്ട്. അംഗ യൂണിയനുകൾക്കും ഗ്രാമ സൊസൈറ്റികൾക്കും സാങ്കേതികവും ഭരണപരവും സാമ്പത്തികപരവുമായ മറ്റ് സഹായങ്ങളും നൽകുന്നു. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് പലതരം ഇപ്പൊ ക്ഷീരസുകന്യ അല്ലെങ്കിൽ ക്ഷീരസുമംഗലി, അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ വഴി ക്ഷീര കർഷകർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്ന് നല്ല രീതിക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരുടെ രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു മോശം സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കന്നുകാലികൾക്ക് എന്തെങ്കിലും മോശം അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അവരുടെ ഡയറി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള സഹായങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? മിൽമ ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മിൽമയുടെ ചരിത്രമാണ് നോക്കുന്നത്. എങ്ങനെയാണ് മിൽമ കേരളീയർക്ക് ഇത്ര പ്രിയങ്കരമായതെന്ന്. അപ്പോൾ ആദ്യം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ തെക്കൻ റവന്യൂ ജില്ലകളിലാണ് ഈ പദ്ധതി ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത്. ആദ്യം വന്നത് എവിടേക്കാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ. അതായത് മലബാർ ഏരിയ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ഇനി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ ഈ ഒരു പോയിന്റ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്
നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഇവരുമായി സഹകരിച്ചിട്ടാണ് എന്താണ് ഈ ഒരു ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് KZMMF ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു മിൽമ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവര് ഈ പരിപാടി നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സഹായത്താൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് വന്നത്, മിൽമ അല്ലെങ്കിൽ KZMMF വന്നത്. അപ്പം ആദ്യം ഇത് നിലവിൽ വന്ന സമയത്ത് 1980 ഏപ്രിൽ സമയത്താണ് ഇവർ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് മലബാർ ഇൻക്ലൂഡഡ് അല്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിരുന്നു ഇൻക്ലൂഡഡ്. ഇനി നോക്കിക്കേ, സ്വിസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ, അതാണ് ഇത് മലയാളത്തിൽ എഴുതുമ്പം അങ്ങനെ പറയണം, പക്ഷെ സ്വിസ് ഏജൻസി നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പൊ സ്വിസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ, ഇവരുടെ പിന്തുണയോടെ വടക്കൻ കേരളത്തിലെ ക്ഷീര പദ്ധതികൾ നടപ്പിലാക്കിയതോടെ മലബാർ മേഖലയും ഇതിന്റെ കീഴിലായി. അങ്ങനെ സംസ്ഥാനം മുഴുവൻ ആനന്ദ് പാറ്റേൺ ഡയറി കോർപ്പറേറ്റുകളുടെ ശൃംഖലയിൽ വന്നു. അപ്പോ നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് എങ്ങനെയാ തുടങ്ങിയതെന്ന് അറിയാവോ? ഇതൊക്കെ ശരിക്കും ഒരു നമ്മളുടെ മിൽമയുടെ എക്സാമിന് സിലബസിൽ കൊടുത്തിട്ടില്ല, എന്നാലും പറയാണ്. എന്താണ് ആനന്ദ്, ഗുജറാത്തിലെ കൈറ ഡിസ്ട്രിക്റ്റിലെ ആനന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്ഷീര കർഷകർ ആദ്യമായി ഒരു സംഘടിത പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. അതിൽ തുടർന്നാണ് പിന്നീടാണ് അതൊരു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ധവള വിപ്ലവത്തിന്റെ ഒരു ലെവലിലേക്ക് മാറിയത്. അപ്പൊ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഗുജറാത്തിലെ കൈറ ഡിസ്ട്രിക്റ്റിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ധവള വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ ഈ ഒരു എന്താണ് ആനന്ദ് പാറ്റേൺ ഡയറി കോർപ്പറേറ്റ്, അതാണ് APCOS. ഈ ഒരു പാറ്റേണിലേക്ക് നമ്മുടെ കേരളവും എത്തപ്പെട്ട ചരിത്രമാണ് പറയുന്നത്. ആദ്യം മലബാർ ഏരിയ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സഹായത്താൽ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ എന്തുണ്ടാകുന്നു? KZMMF എന്ന് പറയുന്ന ഒരു ഫെഡറേഷൻ ഉണ്ടാകുന്നു, കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇവരുടെ ബ്രാൻഡ് നെയിമായിട്ട് എന്ത് വരുന്നു? മിൽമ വരുന്നു. 1980 ഏപ്രിൽ തൊട്ട്. അപ്പോൾ അതിൽ മലബാർ ഏരിയ ഇൻക്ലൂഡഡ് അല്ല, ബാക്കി തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിനുശേഷം സ്വിസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ സഹായത്താൽ ഈ മലബാർ ഏരിയയിലും എന്ത് വന്നു? ക്ഷീര പദ്ധതികൾ നടപ്പിലായി. അങ്ങനെ നമ്മുടെ മൊത്തം കേരളവും എന്തിന്റെ ഈ ഒരു ആനന്ദ് പാറ്റേൺ ഡയറി കോർപ്പറേറ്റിന്റെ ആ ഒരു ശൃംഖലയുടെ ഭാഗമായി പൂർണ്ണമായും നമ്മുടെ കേരളം ഇതിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് മിൽമ അതിന്റെ അടുത്ത ചുവട് വെക്കുന്നത്. ഇനി ഇതൊരു ത്രിതല ഘടനയാണ്. അതായത് ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പം അത് 3 ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. മിൽമയുടെ പ്രവർത്തനം ത്രിതല സംവിധാനത്തിലാണ് നടക്കുന്നത്. ഇത് ക്ഷീര കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. അതായത് ഫ്രം ദ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ, ഡയറക്ട്ലി പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക്, വിത്തൗട്ട് എനി മിഡിൽമെൻ, ഇടനിലക്കാരില്ലാതെ ക്ഷീര ഉൽപാദകരിൽ നിന്ന് കർഷകരിൽ നിന്ന് അതിന്റെ ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതിനുവേണ്ടി 3 തലത്തിലുള്ള ഒരു ത്രിതല സ്ട്രക്ചറാണ് ഇതിനെ ഫോം ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെത്തട്ടിൽ, അതായത് ഗ്രാമീണ തലത്തിൽ എന്താണുള്ളത്? പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുണ്ട്. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതാണ് ഗ്രാമീണ തലത്തിലുള്ളത്. അപ്പം എന്താണ്? സംഘങ്ങളാണ്, ഓർക്കുക. എന്താണ്? ക്ഷീര സഹകരണ സംഘങ്ങൾ. ഗ്രാമീണ തലത്തിൽ ക്ഷീര സഹകരണ സംഘങ്ങളാണുള്ളത്. ഇനി അതിന് തൊട്ടു മുകളിൽ എന്തുണ്ട്? ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലാ തലത്തിൽ എന്തുണ്ട്? മേഖലാ ക്ഷീരോത്പാദന യൂണിയനുകൾ. അവിടെ ഉള്ളത് എന്താണ്? യൂണിയനുകളാണ്. അപ്പം എന്താണ്? മേഖലാ ക്ഷീരോത്പാദന യൂണിയനുകൾ. റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഇനി സംസ്ഥാന തലത്തിൽ നോക്കൂ,
കേരള സഹകരണ പാൽ വിപണന ഫെഡറേഷൻ, അതായത് KCMMF ഫെഡറേഷൻ ആണ്. ഓക്കെ, സംസ്ഥാന തലത്തിൽ ഫെഡറേഷൻ ആണ്. അപ്പോ ആ ഒരു KCMMFന്റെ ബ്രാൻഡ് നെയിമാണ് മിൽമ. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടത്താണ്. അതും കൂടെ ഓർത്തിരിക്കണം, തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത്. അപ്പോ നമ്മൾ പറഞ്ഞു ഇതിനൊരു ത്രിതല ഘടനയാണുള്ളത്. ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമീണ തലത്തിൽ എന്താണുള്ളത്? സംഘങ്ങളാണ്. സംഘങ്ങൾ, സൊസൈറ്റി, സംഘങ്ങൾ. നമുക്കറിയാം അല്ലെ, നമ്മൾ നാട്ടിൽ പാലൊക്കെ കളക്ട് ചെയ്ത് സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്ന പറയുന്ന പാല് അല്ലെ, അവരാണ് പിന്നെ അവിടെ നിന്ന് എല്ലാം കൂടെ കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് അടുത്ത ഇതിലേക്ക് വിടുന്നത് അല്ലെ. ഇനി ഇത് മേഖലാതലത്തിലെത്തുമ്പോൾ അവിടെ എന്താണുള്ളത്? യൂണിയനുകൾ. യൂണിയനുകളാണുള്ളത്. റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളാണുള്ളത്. ഇനി സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ എന്താണുള്ളത്? ഫെഡറേഷൻ. ഫെഡറേഷൻ, സംസ്ഥാന തലത്തിൽ ഫെഡറേഷൻ. കേരളത്തിലെ ഫെഡറേഷന്റെ പേരെല്ലാം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ KCMMF. എവിടെയാണ് ആസ്ഥാനം? ട്രിവാൻഡ്രം, തിരുവനന്തപുരത്തെ പട്ടത്താണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 3 ടയറുള്ള ഒരു സിസ്റ്റമാണ്, 3 ഘടനയുള്ള സിസ്റ്റമാണ്. ഏറ്റവും താഴത്ത് സൊസൈറ്റികൾ, അതിനു മുകളിൽ മേഖലാതലത്തിൽ ഉള്ളത്? യൂണിയനുകൾ. ഏറ്റവും മുകളിൽ എന്താണുള്ളത്? ഫെഡറേഷൻ അഥവാ KCMMF. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞ മേഖല, അതായത് റീജിയണൽ മിൽക്ക് യൂണിയനുകൾ കേരളത്തിൽ 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അഥവാ TRCMPU. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അടുത്തത് എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ERCMPU. ഇനി മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ MRCMPU. ഇവർക്ക് 3 കൂട്ടർക്കും 3 വ്യത്യസ്ത സൈറ്റുകളുണ്ട്. അതായത് മിൽമ എന്ന് പറയുന്ന ഒറ്റ പേരിന് കീഴിൽ അവരെ 3ആയി വിഭജിച്ച് 3 മേഖലകളായി കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഓരോ മേഖലയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് മിൽമയുടെ സൈറ്റ് ഉണ്ട്. അവർ ഓരോ മേഖലയിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് നമ്മൾ പറഞ്ഞു. ഇനി മിൽക്ക് പ്രോഡക്റ്റുകളുണ്ട്. ഈ മിൽക്ക് പ്രോഡക്റ്റുകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു ഏകീകൃതമായിട്ടുള്ള പ്രൊഡക്ഷൻ രീതികളും കാര്യങ്ങളുമാണ്. പക്ഷെ ഇപ്പൊ ചിലയിടത്ത് ചില എക്സ്ട്രാ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ്, ചിലപ്പം കുറച്ചധികം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കാം, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഡിഫറെന്റ് ആയിരിക്കാം, വ്യത്യാസങ്ങളുണ്ട് ഈ റീജിയനുകളിൽ. ഓക്കെ, അതുപോലെ അവരുടെ കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോ ഓർക്കുക, തിരുവനന്തപുരം, എറണാകുളം, മലബാർ. തിരുവനന്തപുരം, എറണാകുളം, മലബാർ. ഇത് 3 എണ്ണമാണ്. ഇത് മറന്നു പോകരുത്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കൂ, മേലെ തട്ടിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി KCMMF അല്ലെങ്കിൽ മിൽമ എന്ന ബ്രാൻഡ് നെയിമിൽ എന്തൊക്കെയാണ് പുറത്തിറക്കുന്നത്? പാലുൽപ്പന്നങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളുമാണ് അല്ലെ. പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബട്ടർ വരും, ഗീ വരും, തൈര് വരും, ഐസ്ക്രീം വരും, ലസ്സി വരും. അങ്ങനെ ഒരുപാട് ഐസ് ഉണ്ട്. പായസം മിക്സ്ഡ് ഉണ്ട്, അതുപോലെ മാംഗോ ഡ്രിങ്ക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് മിൽമ പുറത്തിടുന്നുണ്ട്. പേട, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നീടുള്ള ക്ലാസ്സുകളിൽ. ഇനി KCMMFന്റെ ഭരണം ഡയറക്ടർ ബോർഡിന് നിക്ഷിപ്തമാണ്. അപ്പം ഈ KCMMF അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മിൽമയ്ക്ക് ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ട്. അതിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രാഥമിക സൊസൈറ്റികളാണ് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും താഴെത്തട്ടിൽ സൊസൈറ്റി ഉണ്ട്. അതിനു മുകളിലാണ് എന്തുള്ളത്? മേഖല, ഒരു റീജിയണൽ സംഭവം ഉള്ളത്. അതിനു മുകളിലാണ് എന്തുള്ളത്? KCMMFന്റെ ഫെഡറേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോ ഈ മേഖലാതലത്തിലുള്ള ഡയറക്ടർ ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഈ KCMMFലെ ആൾക്കാരെ ചൂസ് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് ഈ ക്ഷീര കർഷകർക്ക് തന്നെയാണ്. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതിലോകത്തുള്ള ക്ഷീര കർഷകർക്ക് തന്നെയാണ്, ആ സൊസൈറ്റിയുടെ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇതിനുള്ള അവകാശം എന്ന് പറയുന്നത്. നിലവിലെ മിൽമയുടെ ചെയർമാൻ
KS മണിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും ഉറപ്പായിട്ടും. ഒരു 90% ചോദിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ മിൽമയുടെ ചെയർമാൻ ആരാണ്? KS മണിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. KS മണി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ പോലും മറന്നു പോകരുത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കണം, KS മണിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, KCMMF നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിവിധ യൂണിറ്റുകളിൽ നിന്നും റീജിയണൽ യൂണിറ്റുകളുടെ കീഴിലേക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നും പാൽ പാസ്ചറൈസ് ചെയ്ത് വൈറ്റമിൻ A സമ്പുഷ്ടമായ പാലും വിവിധ പാലുൽപ്പന്നങ്ങളും മാമ്പഴ പാനീയവും സംസ്ഥാനത്തുടനീളം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ നമ്മളുടെ KCMMFന് എന്താണ്, റീജിയണൽ യൂണിറ്റുകളുണ്ട്, ഈ യൂണിയനുകളുണ്ട്. ഈ യൂണിയനുകളുടെ കീഴിൽ പല പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റുകളിൽ പാസ്ചറൈസ് ചെയ്ത, എന്തായാലും പാസ്ചറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് അണുവിമുക്തമാക്കിയ ശുദ്ധമായ പാല്, പ്രോസസ്ഡ് ആയിട്ടുള്ള പാല് അതുണ്ടാകും. പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞു മാമ്പഴ പാനീയങ്ങളുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് മിൽക്ക് പ്രോഡക്റ്റുകളുണ്ട്. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും സംസ്ഥാനത്തുടനീളം വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ആരുടെ പരിപാടിയാണ്? ഈ KCMMFന്റെ അല്ലെങ്കിൽ മിൽമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പരിപാടിയാണ്. ഇനി നോക്കിക്കേ, സംസ്ഥാനത്തെ പാൽ ഉൽപാദനത്തിന്റെ സ്വയം പര്യാപ്തത എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കുന്നതിനായി മിൽമയ്ക്ക് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ സ്വന്തമായി പാൽ ഉൽപ്പാദിപ്പിക്കാനും അതിനെ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും അതിനെ മാർക്കറ്റ് ചെയ്യാനും മറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനും ഈവൻ എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മിൽമയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. എന്നല്ല, ഇപ്പോഴും ഉണ്ട്. ഇനി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീര വികസന വകുപ്പ്, പിന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയും ശക്തമായി മിൽമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? ആദ്യം പറഞ്ഞു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, മറന്നു പോകാൻ പാടില്ല. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇവരാണ് കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളത്. പിന്നെന്താണ്? സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്. അപ്പൊ കന്നുകാലികൾക്ക് രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാന്മാരായി ഇരുന്നാൽ മാത്രമേ നമുക്ക് ശുദ്ധമായ പാല് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തോതിൽ നല്ല ക്വാളിറ്റിയുള്ള പാല് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കന്നുകാലികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? മിൽമയെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന മൃഗ സംരക്ഷണ വകുപ്പ്. അതുപോലെ തന്നെ ക്ഷീര വികസന വകുപ്പുണ്ട് നമുക്ക്, അവരും. അതുപോലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡും, കേരളത്തിലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡും, ഈ 4 കൂട്ടരുടെയും സഹായത്തോടെയാണ് മിൽമ പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, പിന്നെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ്, അതുപോലെ ക്ഷീര വികസന വകുപ്പ്, പിന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, ഇവരുടെ എല്ലാം സഹായത്താലാണ് മിൽമ പ്രവർത്തിക്കുന്നത്. ഇനി KCMMFന്റെ ലക്ഷ്യം എന്താണ്? പാൽ സംഭരിക്കൽ, സംസ്കരണം, വിപണനം എന്നിവയിലൂടെ ക്ഷീര കർഷകന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്നതാണ് നമ്മുടെ മിൽമയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് അവരുടെ എയിം എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദർ എയിം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, വെറുതെ പാല് കളക്ട് ചെയ്താൽ മാത്രം മതിയോ? ക്ഷീര കർഷകരിൽ നിന്ന്, ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് എന്താണ്? അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തുന്നു. ഓരോ ഘട്ടത്തിലും ക്വാളിറ്റി ചെക്ക് ഉണ്ട്. പാലിനെ കളക്ട് ചെയ്യുമ്പോൾ അത് രോഗവിമുക്തമാണ്, അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ മായം ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് ഈ ക്ഷീര കർഷകരിൽ നിന്ന് പാല് കളക്ട് ചെയ്യുന്നു. പിന്നെന്താണ്? അതിന്റെ സംസ്കരണം, അതിന്റെ പ്രോസസ്സിങ്, പാലിന് ഇപ്പൊ ഹോമോജനൈസേഷൻ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഹോമോജനൈസേഷൻ നടത്തുന്നു, പാസ്ചറൈസേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റ് മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. ഇപ്പൊ പേട ഉണ്ടാക്കുന്നു, ഐസ്ക്രീം ഉണ്ടാക്കുന്നു, ലസ്സി ഉണ്ടാക്കുന്നു, ഗീ ഉണ്ടാക്കുന്നു, തൈര് ഉണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. ആ മിൽമ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം കണ്ടിട്ടാണ്. ഇപ്പം ഡബിൾ ടോണ്ട് മിൽക്ക്, ഹോമോജനൈസ്ഡ് മിൽക്ക്, അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്ക് എന്നിങ്ങനെ പല ലേബലുകളിലുള്ള മിൽമയുടെ ആ ഒരു ബ്രാൻഡ് നെയിം കണ്ടിട്ടാണ് കൺസ്യൂമേഴ്സ് അതിനെ വാങ്ങുന്നത്, അല്ലേ? അപ്പൊ അവിടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. അതിന്റെ പാക്കേജിങ്, അതിന്റെ എത്രത്തോളം പ്യൂരിറ്റി, എത്രത്തോളം ക്വാളിറ്റി അതിന് അഷ്യൂർ ചെയ്യാൻ സാധിക്കുന്നു, ISO സർട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിങ്ങിനും ഒരു പ്രാധാന്യമുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ KCMMF അല്ലെങ്കിൽ നമ്മുടെ മിൽമയാണ്. ഇനി നോക്കൂ, കേരളത്തിൽ പ്രതിശീർഷ പാൽ ഉപഭോഗം ഏറ്റവും ഉയർന്ന നിലയിൽ ആയതിനാൽ
ഇപ്പോഴും ഈ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു പരിധിവരെ ഒരു ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദാരിദ്ര്യത്തിൽ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ മിൽമ സഹായിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ തന്നെ കഴിക്കുന്നു, അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാലും എക്സ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റുകളാക്കി മാറ്റാനും ഒക്കെയുള്ള ഒരു മാക്സിമം എഫേർട്ട് മിൽമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ട്. ഇനി ഈ ഒരു ക്യാപ്ഷൻ ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു സിമ്പിളും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. മിൽമ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷീര കർഷക അല്ലെങ്കിൽ ക്ഷീര സഹകരണ പ്രസ്ഥാനമാണ്. ഇതിന്റെ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ, പറയുന്നത് കേരളം കണി കണ്ടുണരുന്ന നന്മ. ഈ ഒരു ഒറ്റ സെന്റൻസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും ഒരു കവർ മിൽമ പാല് വരും അല്ലെ. അതിന്റെ പടമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലെ. അപ്പൊ ഓർക്കുക, കേരളം കണി കണ്ടുണരുന്ന നന്മ. ഈ ഒരു ക്യാപ്ഷൻ ഓർത്തിരിക്കുക, കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇതറിയാത്ത മലയാളികൾ ആരും കാണൂല. ഇനി നോക്കിക്കേ, ഇവരുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുവാണ്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് നോക്കിക്കേ, ഗ്രാമീണ മേഖലകളിലെ വിപണനം ചെയ്യാൻ സാധിക്കുന്ന അധിക പാല് കുറവുള്ള നഗരപ്രദേശങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, കൂടുതലായും പാലുൽപാദനം നടക്കുന്നതും അല്ലെങ്കിൽ ക്ഷീര കർഷകരുള്ളതും ഗ്രാമങ്ങളിലാണ് അല്ലെ. അപ്പോ അവർക്ക് ആവശ്യമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അടുത്തുള്ള കടകളിൽ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ അമിതമായി ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുകയും അതുവഴി അധികമായി വരുന്ന പാലിന് ക്ഷാമം നേരിടുന്ന നഗരപ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഈ പാലിനെ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അവിടെയൊക്കെ കൊണ്ട് കൊടുത്ത് അവരും ഒക്കെ അതിന്റെ ഉപഭോക്താക്കളായി കൊള്ളാം ക്വാളിറ്റിയുള്ള പാല് ഒരു അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പൈസയ്ക്ക് കിട്ടുന്നു. മിഡിൽമെൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ കൊള്ളലാഭമൊന്നും ഇല്ലാതെ കൺസ്യൂമറിനും നല്ല പൈസയ്ക്ക് നല്ല ക്വാളിറ്റി പാല് കിട്ടുന്നു. അതുപോലെ ക്ഷീര കർഷകർക്ക് അവരുടെ ലാഭവും ലഭിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ക്ഷീര കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ട് പാലിന് ക്ഷാമമുള്ള നഗരങ്ങളിലേക്കും കൂടെ ഇതെത്തിക്കുക എന്ന് പറയുന്നത് ആരുടെ ലക്ഷ്യമായിരുന്നു? മിൽമയുടെ ലക്ഷ്യമായിരുന്നു. ഇനി നോക്കിയേ, ഉപഭോക്താവ് ഉൽപാദകന് പരമാവധി വരുമാനം ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാലുൽപ്പന്നങ്ങളും നൽകുകയും ചെയ്യുന്നു. അപ്പൊ രണ്ടുണ്ട് ഗുണം. ഒന്ന്, മിഡിൽമെൻ ഇല്ല, ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് ക്ഷീര കർഷകർക്ക് അവർ ഡിസർവ് ചെയ്യുന്ന അവരുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇത് വാങ്ങുന്ന കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി അഷ്യൂർഡ് ആയിട്ടുള്ള പാല് ലഭിക്കുന്നു, അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല, അവർക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈക്രോബിയൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ക്വാളിറ്റി ചെക്ക് നടത്തിയതാണല്ലേ. അപ്പം അവർക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തുകയിൽ തന്നെ ഈ പാല് വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ വില ഏകീകൃതമാണ്. ഇവിടെ നിന്ന് പാല് വാങ്ങിച്ചാലും ഇപ്പൊ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയി പാല് വാങ്ങിച്ചാലും മിൽമയുടെ പാലിന് സെയിം റേറ്റ് ആയിരിക്കും. അപ്പം അവിടെ ഒരു യൂണിറ്റി വന്നു, അല്ലെങ്കിൽ അവിടെ ഒരു എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ, കർഷക സമൂഹത്തിന്റെ സാമ്പത്തിക വികസനത്തിനായി പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനം, സംഭരണം, സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാലിനെ കളക്ട് ചെയ്യുക, സംഭരിക്കുക, പിന്നെന്താണ് അതിൻ്റെ ഉൽപാദനം നടത്തുക, സംഭരിക്കുക, അതുപോലെ സംസ്കരണം പ്രോസസ്സിങ് നടത്തുക, പിന്നെന്താണ് വിപണനം മാർക്കറ്റിംഗ് നടത്തുക. അതുവഴി നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ലക്ഷ്യം ആർക്കുണ്ട്? മിൽമയ്ക്കുണ്ട്. ഇനി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു ക്ഷീര വ്യവസായം കെട്ടിപ്പടുക്കുക. അപ്പം ഒരു ലോങ് ടേമിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉയർച്ച നൽകുന്ന ഒരു അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നമനം നൽകുന്ന ഒരു ക്ഷീര വ്യവസായം ഇവിടെ പടുത്തുയർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ക്ഷീര കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായ വിപണിയും സ്ഥിരമായ വിലയും ലഭിക്കുക. അപ്പൊ ചിലപ്പോഴൊക്കെ പാല് നല്ല രീതിക്ക് വിറ്റുപോകും, ചിലപ്പോൾ എക്സസ് ആയിട്ടുള്ള പാല് വരുന്നു, അപ്പൊ അത് വിൽക്കാൻ പറ്റാതെ നഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ കുറെ നാളുകൾക്ക് മുന്നൊക്കെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പാല് കർഷകര് പറ്റാത്ത സാഹചര്യത്തിൽ അവരത് ഒഴുക്കിക്കളയുന്നതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതെ കറക്റ്റായിട്ട് ഈ
കർഷകരിൽ നിന്ന് പാല് കളക്ട് ചെയ്യുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും എക്സസ് ആയിട്ടുള്ള പാലുണ്ടെങ്കിൽ അതിൽ നിന്ന് മിൽക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി ഒന്ന് പാലിന്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, അല്ലാതെ എന്താണ് എക്സസ് ആയിട്ടുള്ള പാല് വന്നാൽ അതിനെ സൂക്ഷിക്കാൻ, ഇപ്പൊ ചില്ലർ മെഷീനുകളൊക്കെ ഉണ്ട്, അപ്പൊ സൂക്ഷിക്കാനും ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലുമൊക്കെ മിൽക്ക് പ്രോഡക്ട്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഒരു അടിത്തറ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ആരൊരുക്കുന്നു? നമ്മുടെ മിൽമ ഒരുക്കുന്നുണ്ട്. ഇനി നോക്കിയേ, മിൽമയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ വിഷൻ എന്താണ്? സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിലവാരമുള്ള പാല്, പാലുൽപ്പന്നങ്ങൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപഭോക്താക്കൾക്ക് നൽകാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന ഒരു ഫെഡറേഷനാണ് നമ്മുടെ KCMMF എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അർപ്പണബോധമുള്ളതും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതുമായ തൊഴിലാളികളെ കൊണ്ട് ഏറ്റവും മികച്ച സേവന നിലവാരം ഉറപ്പാക്കാനും സുസ്ഥിരമായ വളർച്ച ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് മിൽമ. അപ്പൊ ഏത് രീതിയിലാണ്? കാരണം നമുക്കറിയാം പണ്ട് എന്താണ് കർഷകര് വഴിയിലൊക്കെയുള്ള അല്ലെങ്കിൽ അവരുടെ തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള പുല്ലൊക്കെ പറിച്ച് പശുക്കൾക്ക് കൊടുത്ത് അവരതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ന്യൂട്രീഷനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് പാൽ ഉൽപ്പാദിപ്പിക്കും. ഈ പാല് ഇവർ രാവിലെ പോയി കറന്നെടുത്ത് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ക്ഷീര കർഷകർ ജീവിച്ചിരുന്നത്. പക്ഷേ മിൽമ എന്ന് പറയുന്ന ഒരു കുടക്കീഴിലേക്ക് എത്തിയപ്പോൾ മിൽക്കിന്റെ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യണം എന്നൊരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ ഇതിനു വേണ്ടി എന്താണ് പല രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം തേടാൻ ക്ഷീര കർഷകരെ പ്രാപ്തരാക്കുന്നുണ്ട് മിൽമ. അതായത് ഇപ്പം എന്താണ് നമ്മൾ പുല്ല് ഇപ്പൊ ഫോഡർ, ഇപ്പൊ പച്ചപ്പുല്ലല്ലാതെ കന്നുകാലികൾക്ക് കൊടുക്കാൻ വേണ്ടി കാലിത്തീറ്റ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മിൽമക്കാര്. അതുപോലെ എന്താണ് പിന്നെ പറയുവാണെങ്കിൽ എന്താണ് മെഷീനുകൾ, പല മെഷീൻസ് ഉണ്ട്. ഇപ്പം പുല്ല് കളക്ട് ചെയ്യണം, അപ്പൊ പുല്ല് ചെത്തുന്ന മെഷീനുകൾ, ചോപ്പിംഗ് മെഷീൻസ്, അല്ലെങ്കിൽ ഇപ്പൊ പാല് കളക്ട് ചെയ്തു അപ്പം അതിനെ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന കൂളിംഗ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ബൾക്ക് ചില്ലേഴ്സ്, അപ്പൊ ഇങ്ങനത്തെയൊക്കെ അതായത് കേടായി പോകരുതല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ പല സാധനങ്ങളിലും സാങ്കേതികമായി എന്താണ് നമ്മുടെ ക്ഷീര വ്യവസായം വളർന്നു. നമ്മുടെ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്ഷീര കർഷകർക്ക് ആവശ്യമായ ചില ആപ്പുകളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ട നോളജ് കൊടുക്കുന്ന, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്ന, അതുപോലെ എന്താണ് സംഘടനകളിൽ നിന്ന് വന്ന് ക്ലാസ് ഒക്കെ എടുത്തു തരും, ഒരു ബോധവൽക്കരണം നടത്തും. ഇങ്ങനെ ചിലപ്പം ഇപ്പോൾ ആന്ത്രാക്സ് പടരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന സ്റ്റെപ്പുകൾ എടുക്കണം, നമ്മുടെ ഡയറി ഫാമിലെ പശുക്കൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന സ്റ്റെപ്പുകൾ എടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ന്യൂട്രീഷൻസ് കൊടുത്താൽ അവർക്ക് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ അറിവുകൾ ഇവർക്ക് കൊടുക്കുക. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, അതായത് ജനിതക പരമായിട്ട് ക്വാളിറ്റിയുള്ള ബ്രീഡുകൾ ഉണ്ടാകും, അതായത് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയുള്ള, അല്ലെങ്കിൽ ഡ്രൗട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, വരൾച്ചയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വളരെ എന്താണ് സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന പശുക്കളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര നല്ല ബോഡിയുള്ള അങ്ങനെയൊക്കെയുള്ള പശുക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ പശുക്കളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ബ്രീഡിങ് നടത്തും. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡ് എടുത്തിട്ട് അതിൻ്റെ സെമൻ കളക്ട് ചെയ്തിട്ട് ഒരു മെയിലിൻ്റെ സെമൻ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഫീമെയിൽ പശുവിനെ ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താണ്, അങ്ങനെ ആ പശു ഗർഭിണിയാവുകയും അതിൽ നിന്നുണ്ടാകുന്ന ബ്രീഡുകൾക്ക് ഈ പർട്ടിക്കുലർ ജനറ്റിക് ട്രൈഡ്സ്, ഇപ്പോൾ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവൊക്കെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഹൈലി ക്വാളിറ്റി ഉള്ള ബ്രീഡുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി നടക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സാങ്കേതികമായ ഉന്നമനം നടന്നിട്ടുണ്ട് നമ്മുടെ ക്ഷീരമേഖലയിൽ. അപ്പൊ ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്താണ് കർഷകർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. അതുപോലെ പാലെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പാലിൽ വെള്ളം ചേർത്ത് വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ലൂസാണെന്നുള്ളത് കൊണ്ട് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പം എന്താണ്, ക്വാളിറ്റി അനാലിസിസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും പാല് കളക്ട് ചെയ്യുന്ന ആ സെക്കൻഡ് തൊട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുമ്പോൾ, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, മാർക്കറ്റ് ചെയ്യുമ്പോൾ, ഓരോ ഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അനാലിസിസ്, അതിൻ്റെ മൈക്രോബിയൽ കൗണ്ട്, അതിലെന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ മറ്റ് കണ്ടാമിനൻസോ ഉണ്ടോ എന്നുള്ള ചെക്ക്, അതിൻ്റെ ഫാറ്റ് എത്രയുണ്ട്, അതിൻ്റെ SNF എത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര വൈറ്റമിൻസ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ഫോർട്ടിഫൈ ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു, വൈറ്റമിൻ A ആഡ് ചെയ്ത് കൊടുക്കുന്നു, വൈറ്റമിൻ D ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ആ പാലിനെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാനും പ്രോസസ്സ് ചെയ്യാനും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും
ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? മിൽമ സഹായിക്കുന്നുണ്ട്. മിൽമയ്ക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? നല്ല ആത്മാർപ്പണത്തോടു കൂടി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട്. അതുപോലെ അത്യാധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായമുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മിൽമയ്ക്ക് ഇതിന് സാധിക്കുന്നത്. ഇനി നോക്കിക്കേ, അടുത്ത ഒരു പോയിന്റ് നോക്കിക്കേ. അതോടൊപ്പം മെച്ചപ്പെട്ട പാൽ വില നൽകുന്നതിനും ആവശ്യമായ സേവനങ്ങൾ അവരവരുടെ വീട്ടുവാതിക്കൽ എത്തിക്കുന്നതിനും ക്ഷീര കർഷകരെ സന്തോഷിപ്പിക്കുന്നു. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ എന്താണ്, ഇപ്പം പശുവിന് വയ്യാതായി, അപ്പം ഒരു വെറ്റിനറി ഡോക്ടറെ പോയി കണ്ട് ചികിത്സ തേടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ചികിത്സ ആ ഒരു വീട്ടുവാതിക്കലേക്ക് വരികയാണ് അല്ലെ. ഒരു എന്താണ് ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ്, വെറ്റിനറി യൂണിറ്റ് ഉണ്ടാവും. അപ്പം അവര് നമ്മുടെ ആ ഒരു ഡയറി ഫാമിൽ വന്ന് നമ്മുടെ പശുവിനെ നോക്കും. ഇപ്പം അതിന്റെ ഡെലിവറി ആണെങ്കിൽ അതൊക്കെ നോക്കാനായിട്ട് പശു എവിടെയാണോ അങ്ങോട്ടേക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് വരികയാണ്. അപ്പൊ അങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ മിൽമ. അപ്പൊ ഇങ്ങനത്തെ കുറെ ക്ഷീര കർഷകർക്ക് അവരുടെ ഒരു ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ സമ്പദ്ഘടന ഇംപ്രൂവ് ചെയ്യാനും അവരുടെ പശുക്കളിൽ നിന്നുള്ള മിൽക്ക് പ്രൊഡക്ടിവിറ്റി, അവരുടെ ഇൻകം ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കൈത്താങ് എന്ന് പറയുന്ന മിൽമയാണ്. അതേപോലെ തന്നെ ആർക്ക്? കൺസ്യൂമേഴ്സിന്, ഈ പാല് വാങ്ങുന്ന ആൾക്കാർക്ക് ക്വാളിറ്റിയുള്ള, കണ്ടാമിനേഷൻ ഇല്ലാത്ത, നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പാല് എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കാനും ആർക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ മിൽമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് പോയിന്റ്. ഇനി ഇവരുടെ ദൗത്യം എന്താണെന്ന് നോക്കൂ. ഉപഭോക്താക്കൾക്ക് സംതൃപ്തിയിലൂടെ കർഷകന്റെ അഭിവൃദ്ധി. അതായത് ഉപഭോക്താവിന്റെ സംതൃപ്തിയിലൂടെ കർഷകന്റെ അഭിവൃദ്ധി. അപ്പം ഈ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്ന കർഷകന് അവൻ ഡിസർവ് ചെയ്യുന്ന പ്രതിഫലം ലഭിക്കുകയും അതേസമയം അമിതമായ കൊള്ളലാഭമൊന്നും എടുക്കാതെ ഉപഭോക്താക്കൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പാൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് മിൽമയുടെ ദൗത്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സും ഈ ലക്ഷ്യവും ദൗത്യവും എല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. പക്ഷെ മിൽമയുടെ ദൗത്യം എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇങ്ങനെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ്? ഉപഭോക്താവിന്റെ സംതൃപ്തിയിലൂടെ, അതായത് കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ കർഷകന്റെ അഭിവൃദ്ധി, പ്രോസ്പെറിറ്റി ഓഫ് ദ ഫാർമർ. അപ്പൊ എന്താണ്? കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ ഫാർമറിന്റെ പ്രോസ്പെറിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഉപഭോക്താവിന്റെ സംതൃപ്തിയിലൂടെ കർഷകന്റെ അഭിവൃദ്ധി ഡ്യുവൽ എന്താണ് നേട്ടമാണ്. കർഷകനും ലാഭമാണ്, കൺസ്യൂമറിനും ലാഭമാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? അവിടെ മിഡിൽ മെൻ ഇല്ല, ഇടനിലക്കാരില്ല. അതുപോലെ ക്വാളിറ്റി അഷ്വേർഡ് ആണ്. ഇനി നമ്മൾ മിൽമ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മിൽമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു 10-200 മിൽമ പ്രോഡക്റ്റുകളെങ്കിലും വരും. അപ്പൊ എല്ലാം ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ക്ലാസ് കൊണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പല പാലിന്റെ വെറൈറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു പാലുണ്ട്, അതുകൂടാതെ പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇപ്പൊ നെയ്യ്, വെണ്ണ, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പൊ പാല് തന്നെ പല വെറൈറ്റി പാലുകൾ മിൽമ ഇറക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിൽമയുടെ പ്രധാന ഉൽപ്പന്നം പാലാണെങ്കിലും നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവർ വിപണിയിൽ എത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പലതരം പാലുകളാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലെ, എന്താണ് മിൽമയുടെ കവർ തരെ പല കളർ. ഇപ്പൊ പച്ച കളറിലെ പച്ച കളറിലെ കവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളറിലെ കവർ ഉണ്ടാകും, അല്ലെങ്കിൽ നീല കളറിലെ കവർ ഉണ്ടാകും, ചിലപ്പം ഒരു മെറൂൺ കളറിലെ കവർ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇത് മിൽമ തന്നെയല്ലേ, പിന്നെ എന്തിനാ ഇവർ പല കളർ അടിച്ച് വെച്ചേക്കണേന്ന് ഞാനും കൊച്ചിലേക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് ഓരോന്നിന്റെയും കണ്ടോ, ഓരോന്നിന്റെയും എന്താ ഫോർട്ടിഫൈഡ് എന്നൊക്കെ കണ്ടോ. അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതിന്റെ പേരിന് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ പ്രൈഡ് എന്ന് കണ്ടോ, അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട് ഇതിന്റെ കോമ്പോസിഷനും അല്ലെങ്കിൽ ഇതിന്റെ ഫാറ്റ് കണ്ടന്റിനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ഓരോ പാലിനും ആ ഓരോ കളർ കാണുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ പാൽ ഉൽപ്പന്നങ്ങളുണ്ട്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലതരത്തിലുള്ള പാല്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പല കളറില് നമ്മുടെ മിൽമ ഇങ്ങനെ പല കളറിൽ പാൽ ഇറക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമ പ്രൈഡ് മിൽക്ക്, മിൽമ പ്രൈഡ് പാല്. അപ്പൊ ഈ പ്രൈഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഓറഞ്ച് കളറിലെ കവർ, ഓറഞ്ച് കളറിലെ കവറുള്ള പാല്. ഇതിന്റെ പ്രത്യേകത എന്താണ്?
വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും എന്നിവ ചേർത്ത പ്രൈഡ് പാലിൽ 3.2% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത ഖരവസ്തുക്കളും. അതെന്താണ്? SNF. അതായത് എന്താണ് SNF എന്ന് പറഞ്ഞത്? സോളിഡ് നോട്ട് ഫാറ്റ്. അതായത് പാലിൽ നമുക്കറിയാം എന്താണ് ഏറ്റവും കൂടുതലുള്ളത്? എന്താണ്? വെള്ളമാണ് അല്ലെ. വെള്ളമുണ്ട്, പിന്നെ എന്താണ്? പ്രോട്ടീൻ ഉണ്ട്, കേസിൻ ഉണ്ട്, പിന്നെന്താണ്? ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, പിന്നെ കുറെ മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താ ഓരോ തരം ഈ മിൽമയുടെ പാലുകൾക്കും അതിന്റെ ഫാറ്റ് കണ്ടന്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിലൊക്കെ ഫാറ്റ് കണ്ടന്റും ഈ SNF വാല്യൂ മാറിയിരിക്കും. അപ്പൊ SNF എന്ന് പറഞ്ഞാൽ ആ മിൽക്കിന്റെ കോമ്പോസിഷനിൽ നിന്ന് ഫാറ്റും അതിനകത്തെ വെള്ളവും എടുത്ത് മാറ്റിക്കളഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, കൊഴുപ്പില്ലാത്ത മറ്റ് ഖരവസ്തുക്കൾ, അതെല്ലാം കൂടെ ചേർന്നതാണ് സോളിഡ് നോട്ട് ഫാറ്റ് എന്ന് പറയുന്നത്. അതായത് SNF എന്ന് പറയുമ്പോൾ മിൽക്ക് മൈനസ് എന്താ കുറയ്ക്കുന്നത്? ഫാറ്റ് പ്ലസ് വാട്ടർ. വെള്ളവും ഫാറ്റും ഒക്കെ ഒഴിവായിട്ട് ബാക്കിയുള്ള ആ ഒരു ഖരവസ്തുക്കളെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് നോട്ട് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മുടെ പ്രൈഡ് എന്ന് പറയുന്ന ഒരു മിൽക്ക് ഇതിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയുണ്ട്? വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഫോർട്ടിഫൈഡ് ആണ്. എന്താണ്? ഫോർട്ടിഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ F+ ഒരു +F എന്ന് കണ്ടോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഓർക്കണം ഫോർട്ടിഫൈഡ് ആണ്. വൈറ്റമിൻ എയും ആഡ് ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ ഡിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്? കൊഴുപ്പ് അഥവാ ഫാറ്റ് എത്രയാ പറഞ്ഞേക്കുന്നത്? ഫാറ്റ് എത്രയാ പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ, 3.2%, 3.2%. ഇനി SNF കൊഴുപ്പില്ലാത്ത മറ്റ് ഖരവസ്തുക്കൾ എത്ര ശതമാനം? 8.5%. ഇതാണ് ഇതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് 500 മില്ലി സാഷകളിലായിട്ടാണ് കിട്ടുന്നത്. അതായത് 1/2 ലിറ്ററിന്റെ കവറിലാണ് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോ മിൽമ പ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്താണ്? ഓറഞ്ച് കവറിലെ പാലാണ് മിൽമ പ്രൈഡ്. അതിന്റെ സൈഡിൽ ഇങ്ങനെ F+ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ അതിന്റെ കോമ്പോസിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓർക്കുക, ഇതെന്തൊക്കെ വെച്ച് ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നു? വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഫോർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 3.2%, SNF എന്ന് പറയുന്നത് 8.5% ആകുന്നു. അടുത്തത് നോക്കിക്കേ, നീല കളറിലെ പാല്. അതിന്റെ പേരെന്താന്ന് നോക്കിയേ? ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക്. അതായത് 500 ml തന്നെ 1/2 ലിറ്ററിന്റെ പാക്കറ്റ് ആയിരിക്കും. നീല കളറിലാണ് കാണപ്പെടുന്നത്. ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക്. അപ്പൊ എന്താണ് ഈ ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ പാലിനകത്തൊക്കെ ഫാറ്റ് ലോബ്യൂൾസ് ഒക്കെ കാണും. അപ്പം ഇത് ചിലതൊക്കെ വലിയ സൈസിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിനെ എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എല്ലാത്തിനെയും ഏകദേശം ഒരേ സൈസ് ആക്കും. നമ്മളിപ്പം ഹോമോസെക്ഷൽ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഒരേ ജെൻഡറിലുള്ള ആൾക്കാരല്ലേ. അപ്പം എന്താ? ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലെ എന്നാണ് വരുന്നത്. ഹെറ്ററോ എന്ന് പറയുമ്പോൾ 2 വരുന്നത്. ഓക്കെ, അപ്പൊ ഹോമോ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ, അപ്പൊ ഒരേ സൈസിലുള്ള തരികളാക്കി മാറ്റുന്നു. അത്രേ ഓർത്താൽ മതി. അതാണ് ഹോമോജിനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹോമോജിനൈസ് ചെയ്ത ഫ്ലാറ്റ് ഗ്ലോബ്യൂൾസിനെയൊക്കെ ഹോമോജിനൈസ് ചെയ്ത് ഒരേ സൈസിലേക്ക് ആക്കിയ പാല്, അത്രേ ഉള്ളൂ ഹോമോജിനൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോമോജിനൈസ്ഡ് ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഓർക്കണം, ബ്ലൂ കളർ കവറാണ്. ഇതിനകത്തും ഇത് ഫോർട്ടിഫൈഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഫാറ്റ് പെർസെന്റും എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? പാസ്ചറൈസ്ഡ് ഹോമോജനൈസ്ഡ് ടോൺഡ് മിൽക്ക് ആണ് അല്ലെ. അപ്പൊ ഇത് നോക്കിയേ, FSSAIയുടെ ഫുൾ ഫോം അറിയാമോ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. FSSA ഇവർക്ക് കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളെല്ലാം, പാല് മാത്രമല്ല
എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും ഇവർ ഇന്ന രീതിക്കായിരിക്കണം എന്ന് പറയുന്ന ഒരു മാർഗനിർദ്ദേശ രേഖയുണ്ട്. അപ്പൊ ഇവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് കൂടുതൽ പോഷക സമൃദ്ധമാക്കാൻ ആവശ്യമായ അളവിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നിവ ചേർത്തിരിക്കുന്നു. അപ്പൊ ഈ FSSAIയുടെ റൂൾസ് പ്രകാരമാണ് ഈ പാല് കുറച്ചും കൂടെ എന്താണ് പോഷക സമൃദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ആഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ആഡ് ചെയ്തു? വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും എന്താണ് ഫോർട്ടിഫൈ ചെയ്തു. മനസ്സിലായല്ലോ? ഇതിൽ 3% ഫാറ്റ് ഉണ്ട്. ഫാറ്റ് എത്രയാണ്? 3%. ഇനി ഫാറ്റ് 3%. ഇനി എന്താണ്? കൊഴുപ്പില്ലാത്ത ഖരവസ്തുക്കൾ, അതായത് SNF എന്ന് പറയുന്നത് എന്താണ്? മറ്റതുപോലെ തന്നെ 8.5%. അപ്പം ഇതും അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ മറ്റത് 3.2% ആയിരുന്നു ഫാറ്റ്, ഇതിന് 3% ഫാറ്റ് ആണ്. 8.5 തന്നെയാണ് രണ്ടിന്റെയും SNF വാല്യൂ. ഫോർട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും വെച്ച്. ഇനി നോക്കിക്കേ, മിൽമ ടോണ്ട് പാല്. ടോണ്ട് മിൽക്കിനും നീല കളറാണ്, പക്ഷെ മറ്റതിൽ നീലയും വയലറ്റും കൂടെ ആയിരുന്നു അല്ലെ, ഇത് നീല കളറില്. ഓക്കെ, അപ്പം ഇത് ബ്ലൂ ആണ്. ഇതിൽ 3% കൊഴുപ്പും 8.5% കൊഴുപ്പില്ലാത്ത ഖരവസ്തുക്കളുമാണ് ഉള്ളത്. കുട്ടികൾക്ക് പാലായോ അല്ലെങ്കിൽ ബോൺവിറ്റ പോലുള്ള ബ്രൗൺ പാനീയങ്ങളോ ഉപയോഗിക്കാൻ ഇത് അനുയോജ്യമാണ്. അപ്പൊ എന്താണ്? ഇത് പാസ്ചറൈസ്ഡ് ടോണ്ട് മിൽക്കാണ്. എന്താണ്? ഫാറ്റ് 3%ഉം SNF 8.5% തന്നെയാണ് ഇതിന്. പക്ഷെ ഫോർട്ടിഫൈ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാത്തിനകത്ത് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്? കുട്ടികൾക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ബോൺവിറ്റോ അങ്ങനെയൊക്കെ കലക്കിയൊക്കെ കൊടുക്കാന്നാണ് പറയുന്നത്. ഇതും 1/2 ലിറ്ററിന്റെ സാഷയായിട്ടാണ് കിട്ടുന്നത്. ഇനി മിൽമ റിച്ച് പാൽ, അതിനകത്ത് നോക്കൂ, കൊഴുപ്പിന്റെ ശതമാനം മാറിയിട്ടുണ്ട്. ഫാറ്റ് എന്ന് പറയുന്നത് 4.5% ആയിട്ടുണ്ട്. അതുപോലെ SNF എന്ന് പറയുന്നത് എത്രയാണ്? 8.5 തന്നെയാണ്. ഇനി പായസം, മധുരപലഹാരങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമാണ്. എന്ത്? ഈ ഗ്രീൻ കളർ, അതെന്താണ്? റിച്ച്. ഗ്രീൻ എന്ന് പറയുമ്പോൾ റിച്ച് എന്ന് ആലോചിച്ചാൽ, റിച്ച് മിൽക്ക്. മിൽമയുടെ റിച്ച് മിൽക്ക് എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിലെ പാലാണ്. ഇതും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള, ഹോമോജിനൈസ് ആയിട്ടുള്ള, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പാലാണ്. ഫോർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫാറ്റ് കണ്ടന്റ് 4.5 മിനിമം ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. മിനിമം SNF 8.5% ഉണ്ട്. പിന്നെ ഫോർട്ടിഫൈഡ് വിത്ത് A and D വൈറ്റമിൻസ്, വൈറ്റമിൻ A and D. അപ്പൊ പച്ച കളർ എന്ന് പറയുമ്പോൾ എന്താണ്? മിൽമയുടെ റിച്ച് മിൽക്കാണെന്ന് ഓർത്തിരിക്കണം. ഇനി മിൽമ സ്മാർട്ട് പാല്. മിൽമയുടെ സ്മാർട്ട് പാൽ എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളറിലാണ് വരുന്നത്. ഇതിനകത്ത് എന്താണ്? സ്മാർട്ട് എന്ന് കാണുമ്പോഴേ ഓർക്ക് അതിനകത്ത് എന്താണ്? ഫാറ്റ് കണ്ടന്റ് കുറവാണ്. ഫാറ്റ് ആകെ വരുന്നത് 1.5% ഉള്ളൂ, 1.5%. പക്ഷെ SNF കൂടുതലാണ്, സോളിഡ് നോട്ട് ഫാറ്റ്, അതായത് കൊഴുപ്പല്ലാത്ത മറ്റ് ഖരവസ്തുക്കളുടെ അളവ് കൂടുതലാണ്. അത് 9% വരുന്നുണ്ട്. അപ്പോ മിൽമയുടെ സ്മാർട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് മിനിമം ഫാറ്റ് 1.5%. ഇനി മിനിമം SNF എന്ന് പറയുന്നത് 9%. പിന്നെ ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ A and D, പഴയതുപോലെ തന്നെ. ഇനി കൊഴുപ്പിന്റെ അളവ് കുറവായതിനാൽ പ്രായമായവർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പൊ കൊഴുപ്പിന്റെ അളവ് കുറവുള്ള ഒരു പാലിന്റെ പേര് പറഞ്ഞാൽ എന്താണ്? മിൽമ സ്മാർട്ട്. ഇതിനകത്ത് 1.5% ഫാറ്റ് വരുന്നുള്ളൂ, 1.5% ഫാറ്റ്. പക്ഷേ SNF എത്ര വരുന്നുണ്ട്? 9% SNF വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? 9% SNF വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയേ. ഇനി ഇത് എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? സ്മാർട്ട് മിൽക്ക് ചായ, കാപ്പി എന്നിവയിൽ ചേർക്കാനും ഫ്രൂട്ട് ഷേക്ക് പോലുള്ള പാൽ അധിഷ്ഠിത പാനീയങ്ങൾ തയ്യാറാക്കാനും ഉപയോഗിക്കാം. പാല് ഹോമോജനൈസ് ചെയ്തതിനാൽ പാട മുകളിൽ അടിയുകയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു അതിനകത്തുള്ള ഫാറ്റ് ലോബ്യൂൾസിനെയൊക്കെ ഒരേ സൈസിലേക്ക് മാറ്റി. അതുകൊണ്ട് എന്താണ്? പാലിങ്ങനെ പാട കെട്ടത്തില്ലേ, ആ സംഭവം വരത്തില്ല. അതുപോലെ തന്നെ എന്താണ്? 1/2 ലിറ്ററിന്റെ പാക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തത് സാധാ പശുവിൻ പാൽ എന്ന രീതിക്ക് തന്നെ വിൽക്കുന്ന ഇതാണ്. അപ്പം ഇതിന്റെ ഒരു ഇമേജ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ പാല് അതിന്റെ സ്രോതസ്സിൽ നിന്ന് നേരിട്ട് ആവശ്യമുള്ളപ്പോൾ ഇത് ശരിയായ തിരഞ്ഞെടുപ്പാണ്. അപ്പൊ എന്താണ്? അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന പാല്, അങ്ങനത്തെ ഒരു ഇതാണ്. കൗ
മിൽക്ക് എന്ന് വരുന്നത്. പിന്നെന്താണ് മിൽമ ലോങ് ലൈഫ് പാല്. ലോങ് ലൈഫ് പാൽ എന്ന് പറയുമ്പം ലോങ് ലൈഫ് ഗോൾഡ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ് ലോങ് ലൈഫ് പാല് വരുന്നത്. ഇതെന്താണ് ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ലോങ് ലൈഫ് പാൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് സാങ്കേതിക വിദ്യ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പാസ്ചറൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു ഈ പാസ്ചറൈസേഷനും ഹോമോജനൈസേഷനൊക്കെ. അപ്പൊ ഈ ഒരു ലോങ് ലൈഫ് പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ലോങ് ലൈഫ് എന്ന് പറഞ്ഞല്ലേ, അപ്പൊ ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യും, ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. ഒത്തിരി നാൾ നമുക്ക് വേണമെങ്കിൽ റൂം ടെമ്പറേച്ചർ, ഒത്തിരി നാളല്ല ഒത്തിരി സമയം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ സാധിക്കും. അപ്പം അതിനെന്താണ് റെഫ്രിജറേഷൻ ആവശ്യമില്ല. റെഫ്രിജറേറ്റർ ആവശ്യമില്ലാതെ 90 ദിവസം വരെ 90 ഡേയ്സ് അപ് ടു 90 ഡേയ്സ് നമുക്കിതിനെ എന്താണ് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ സാധിക്കും. അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. എന്നത് പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ 135 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കി ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം അണുവിമുക്തമാക്കുന്ന ഒരു ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ്. ഒന്നുമില്ല, നമ്മുടെ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. ഡിഗ്രി സെൽഷ്യസിന് മേലെ. അപ്പം 135 ഡിഗ്രി സെൽഷ്യസിന് മേലെ ടെമ്പറേച്ചർ കൊടുത്ത് പാലിന് സെക്കൻഡുകളോളം എന്താണ് ആ ഒരു ടെമ്പറേച്ചർ കൊടുത്ത് പാസ്ചറൈസ് ചെയ്യിപ്പിച്ചിട്ട് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അണുവിമുക്തമായി പാലിനെ സൂക്ഷിക്കുന്ന ഒരു മെത്തേഡ് വഴിയാണ് ഈ ഒരു ലോങ് ടേമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ലോങ് ലൈഫ് മിൽക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് 3% കൊഴുപ്പും 8.5% SNF ആണുള്ളത്. 3% ഫാറ്റ് മറ്റതുപോലെയൊക്കെ തന്നെ, പക്ഷെ എന്താണ് 8.5% SNF പക്ഷെ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ്. അപ്പൊ എന്താണ് 135 ഡിഗ്രി സെൽഷ്യസിന് ആൻഡ് എബോവ് ടെമ്പറേച്ചർ ഉപയോഗിച്ച് നോ പ്രിസർവേറ്റീവ്സ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. റെഫ്രിജറേറ്റർ ഇല്ലാതെ എത്ര ദിവസം വരെ? 90 ദിവസം വരെ എന്താണ് നമുക്കിതിനെ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി മിൽമ ലൈറ്റ്. മിൽമ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ഉപയോഗിച്ചാണ് മിൽമ ലൈറ്റ് ഉണ്ടാക്കുന്നത്. ഹോമോജനൈസ്ഡ് ഡബിൾ ടോൺഡ് മിൽക്കാണ്. മിൽമ ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള ഒരേപോലെ അതിനകത്ത് മോളിക്യൂൾസിനെ ഒക്കെ നന്നായിട്ട് ഇളക്കി ഒരേ സൈസിൽ എത്തിച്ച ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള ഡബിൾ ടോൺഡ് മിൽക്കാണ്. നമ്മൾ ഈ സിംഗിൾ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക് ഇതൊക്കെ നമ്മൾ വിശദമായി പഠിക്കും. അതുപോലെ ഹോമോജനൈസേഷൻ, പാസ്ചറൈസേഷൻ അങ്ങനത്തെ കുറച്ച് ടേമുകൾ, എന്താണ് ആ പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് പാലിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി നോക്കി, ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ സാങ്കേതിക വിദ്യ എന്നത് 135 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ 2 മുതൽ 4 സെക്കൻഡ് വരെ ചൂടാക്കി ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം അണുവിമുക്തമാക്കുകയും അണുവിമുക്തമായ അവസ്ഥയിൽ പാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണത്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ 135 ഡിഗ്രി സെൽഷ്യസ് എബോയില് എന്താണ് ഒരു 2 to 4 സെക്കൻഡ്സ് ആ ഒരു ഹീറ്റ് കൊടുത്തിട്ട് എന്താണ് അണുവിമുക്തമാക്കി പാസ്ചറൈസ് ചെയ്യുന്നു. അതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. ഓക്കെ, ഇനി നോക്കൂ, ഇതിനകത്തും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പുഷ്ടീകരിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് മിൽമ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഫോർട്ടിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, അതുപോലെ ഈ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അപ്പം എന്താണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു, ഫോർട്ടിഫൈഡ് ആണ്. അപ്പം F+. ഇനി എന്താണ് റെഫ്രിജറേഷന്റെ ആവശ്യമില്ല, ഏകദേശം 90 ദിവസത്തോളം സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെന്താണ് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഇതൊരു റെഡി ടു യൂസ് ഉൽപ്പന്നമാണ്.
എന്താണ് റെഡി ടു യൂസ്, നമുക്ക് പൊട്ടിച്ച് അങ്ങനെ തന്നെ കുടിക്കാൻ, തിളപ്പിക്കണമെന്നൊന്നുമില്ല. കാരണം അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ നടന്നതല്ലേ. ഇനി ഈ പാലിന്റെ കൊഴുപ്പ് കുറവായതിനാൽ പ്രായമായവർക്കും അഭികാമ്യമാണ്. അപ്പൊ കൊഴുപ്പ് കുറവാണ്, 1.5% കൊഴുപ്പും 9% കൊഴുപ്പില്ലാത്ത ഖരവസ്തുവുമാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഗോൾഡൻ മിൽക്ക്. ഗോൾഡൻ മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഗോൾഡൻ കളറാണ്, യെല്ലോ കളറാണ്. എങ്ങനെയാ യെല്ലോ കളർ വന്നതെന്ന് നോക്കിക്കേ. ഇതും ഒരു റെഡി ടു ഡ്രിങ്ക് പാൽ ഉൽപ്പന്നമാണ്. എങ്ങനെ വന്നു? ഇതിനകത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നുണ്ട്? ടെർമറിക് എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നുണ്ട്, അതായത് മഞ്ഞൾപ്പൊടി. എങ്ങനെ ആഡ് ചെയ്യുന്നു? ഇതൊന്ന് ഓർത്തിരിക്കണം, ഇത് ചിലപ്പോൾ ചോദിക്കും. 180 മില്ലി ടിൻ കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത ഒരു സവിശേഷമായ ശീതളപാനീയമാണിത്. അപ്പൊ ഈ 180 മില്ലി ടിൻ കണ്ടെയ്നർ ആണ് ഇതുള്ളത്. 180 ml ആണുള്ളത്. അതിനകത്ത് എന്തുണ്ട്? 16 മില്ലിഗ്രാം സ്വാഭാവികമായ കുർക്കുമിനോയിഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ്, മഞ്ഞളിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? കുർക്കുമിനോയിഡ്സ്, നാച്ചുറൽ ആയിട്ടുള്ള കുർക്കുമിനോയിഡ്സ് ഉണ്ട്. അപ്പം 180 ml ഗോൾഡൻ മിൽക്കിൽ എന്തുണ്ട്? കണ്ടെയ്ൻസ് 16 mg. 16 mg ആണ്. 180 ml 16 mg. ഇമ്പോർട്ടൻ്റ് ആണ്. 180 ml ഗോൾഡൻ മിൽക്കിൽ എത്ര? വെറും 16 mg എന്തുണ്ട്? നാച്ചുറൽ ആയിട്ടുള്ള കുർക്കുമിനോയിഡ്സ് ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു അണുവിമുക്തമായ ഉൽപ്പന്നമായതിനാൽ നിർമ്മാണ തീയതി മുതൽ 6 മാസമാണ് ഇതിന്റെ ഷെൽഫ് ലൈഫ്. അപ്പൊ എന്താണ്? 6 months എന്തുണ്ട്? നമുക്കിതിനെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ഷെൽഫ് ലൈഫ് ഉണ്ട്. ഓക്കെ. അപ്പം എന്താണ് ഇത്? 180 ml ഗോൾഡൻ മിൽക്കില് 16 മില്ലിഗ്രാം എന്തുണ്ട്? നാച്ചുറൽ കുർക്കുമിനോയിഡ്സ് ഉണ്ട്. ഇത് എവിടെ നിന്ന് വരുന്നു? ടെർമറിക് എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നത് വഴി വരുന്നു. അപ്പോ കാരണം നമുക്കറിയാം കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്തിൽ അടങ്ങിയിട്ടുണ്ട്? മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള കുർക്കുമിനോയിഡ്സിന്റെ ഒരു സ്രോതസ്സാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഇത് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എന്താണ് 16 മില്ലിഗ്രാം കുർക്കുമിനോയിഡ്സ് നമ്മുടെ 150 മില്ലി ലിറ്റർ ഗോൾഡൻ മിൽക്കിൽ കാണപ്പെടുന്നത്. ഇനി നോക്കൂ, ഈ ഉൽപ്പന്നത്തിന്റെ ദിവസേനയുള്ള ഉപയോഗം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. കാരണം എന്താ? നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. നമുക്കറിയാം മഞ്ഞൾ എന്ന് പറയുന്ന ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. അതുപോലെ എന്താണ്, ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈവൻ ക്യാൻസറിനെതിരായിട്ട് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സസ്യമാണ് നമ്മുടെ കുർക്കുമിൻ, അല്ലെങ്കിൽ നമ്മുടെ ടെർമറിക്കിൽ നിന്ന് കിട്ടുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പൊ ഇതിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പാല് ദിവസവും കുടിക്കുന്നത് വഴി നമ്മളുടെ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാൻ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അപ്പൊ ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? കുർക്കുമിനോയിഡ്സ്, നാച്ചുറൽ കുർക്കുമിനോയിഡ്സ് അടങ്ങിയിട്ടുള്ള പാലാണ്. അത് 180 മില്ലി പാലിൽ എത്രയാണ്? 16 mg നാച്ചുറൽ കുർക്കുമിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 6 മാസമാണ് വരുന്നത്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്. അപ്പൊ നമ്മൾ മിൽമയുടെ ചരിത്രം പറഞ്ഞു, അതുപോലെ മിൽമയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മിൽമ എങ്ങനെ വളർന്നു വന്നു എന്ന് പറഞ്ഞു, മിൽമയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതരത്തിലുള്ള പാലുകൾ, അതിന്റെ ഫാറ്റ്, SNF കണ്ടന്റ് അതൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ കോമ്പോസിഷൻ ഒക്കെ പഠിക്കുമ്പം എന്താണ് ഫാറ്റ് എന്താണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്തൊക്കെ പ്രോട്ടീൻസ് ആണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം എന്താണ് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ പാലിലും എത്രയാണ് അതിന്റെ SNF, എത്രയാണ് അതിന്റെ ഫാറ്റ്, അതൊരു ടേബിൾ ആക്കി നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ, കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് SNF വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് എത്രയാണ്, ഇങ്ങനത്തെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ ഓരോ പാലിന്റെയും കേസിലുള്ള കൃത്യമായ കാര്യങ്ങൾ ഒരു ടേബിൾ ആക്കി ഞാൻ തരാം. അപ്പൊ നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.